Hello everyone. ഇവിടെ വന്നേരോ ഇതുവരെ നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഇതുവരെ ഷോർട്സ് ആയി ഇട്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരേ ഒരു കാരണം മടിയാണ്, മെയിനായിട്ട് എഡിറ്റ് ചെയ്യാനുള്ള മടി. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ ഗൈസ്, ഇറ്റ്സ് മീ റിഫ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഉപ്പുമാവും സാമ്പാറുമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. ജെല്ലു എണീക്കുന്നതിൻ്റെ മുന്നായിട്ട് തന്നെ രാവിലെ പോകുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. ഇവിടെ വരുന്നതിൻ്റെ മുന്നുള്ള ഒരു കൺസേൺ ആയിരുന്നു കിച്ചൺ എങ്ങനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുമെന്നുള്ളത്. കുക്കിങ്ങിന് വല്ലാത്ത എക്സ്പേർട്ട് അല്ലെങ്കിലും അത്യാവശ്യത്തിനൊക്കെ അറിയുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. എല്ലാ ദിവസമൊന്നും ബ്രേക്ക്ഫാസ്റ്റിന് ഒക്കെ ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ ഏർലി മോർണിംഗിന് പോകേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ ഞാൻ ഇതുപോലെ ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാട്ടോ ഈ ഒരു കോക്കനട്ട് ഓയിൽ. ഇവിടെ വന്നേരം ഇതുവരെ ഇയാൾ എണീച്ചിട്ടില്ല. പിന്നെ ഉണർത്താൻ വേണ്ടിയിട്ട് കുറച്ച് സൺലൈറ്റിന്റെ മുന്നിൽ വെക്കും. പിന്നെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോക്കനട്ട് ഓയിൽ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്. ചിലരൊക്കെ ചോദിക്കലുണ്ട്, ഹസ്ബൻഡ് വർക്കിന് പോകുമ്പോൾ രണ്ടാളും പാട് എന്താക്കലും ഇവിടെ ചടുപ്പെടുക്കൂല. നാട്ടിൽ നിൽക്കുന്നതായിരിക്കൂലേ ഇതിനേക്കാൾ സുഖം ഫ്രീഡം എന്ന്. കാണുന്നവർക്ക് ഈ ഒരു സിറ്റുവേഷൻ ഭയങ്കര ശ്വാസം മുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. കാരണം എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെയും അവക്കാളെ ഡാഡിനെയും ഡെയിലി കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പൈസ ഒന്നും കയ്യിലില്ലെങ്കിലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം. വലിയ ലക്ഷറി ലൈഫൊന്നും ആഗ്രഹിക്കുന്നില്ല. ഉള്ള സമയം നല്ല ഹാപ്പി ആയിരിക്കാം വിത്ത് അവർ ഫേവറേറ്റ് പേഴ്സൺ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് സമയം പോകുന്നത് തന്നെ അറിയുന്നില്ല. എന്ത് പെട്ടെന്നാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ സെല്ലുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നേരെ കിച്ചണിലേക്ക് കയറും. ഞങ്ങൾ രണ്ടാളെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം റെസ്റ്റാണ്. ആരും വരാനില്ല, അതുകൊണ്ട് ഇഷ്ടം പോലെ ചെയ്യാമെന്ന് വിചാരിക്കും. രണ്ടുപേരും കുറേ കളിക്കും ചിരിക്കും, ലാസ്റ്റ് തല്ലൊടി പിരിയുകയും ചെയ്യും. പിന്നെ ഒരുമിച്ചാവും. പിന്നെ ഞാൻ പണിയെടുക്കുമ്പോൾ പണിയാക്കി തരാനും ആൾ കൂടെ ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാഗി ഉണ്ടാക്കാനൊക്കെ ഉള്ളൊരു പൂതി വന്നപ്പോൾ നേരെ കിച്ചണിലേക്ക് പോയാട്ടോ. എപ്പോഴൊന്നും കഴിക്കില്ലെങ്കിലും ഇടക്കൊന്ന് പൂതി വരുമ്പോൾ കഴിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അതിനുവേണ്ടി വാങ്ങിക്കുന്നതാണ്. നാട്ടിൽ നിന്ന് ഇങ്ങനെ തന്നെയാണ്, ഇടക്കൊന്നും ഉണ്ടാക്കണം. ഈ ഒരു യെല്ലോ കളറിലുള്ള മാഗിയാണ് ഞാൻ വാങ്ങല്. ഇവിടെ നിന്നുള്ളത് ഇത് വേറെ കമ്പനിയാണ് കേട്ടോ. ഇതിലൊരു ഓയിലും പിന്നെ വേറൊരു വൈറ്റ് പൊടിയൊക്കെ കിട്ടും. മാഗി ആയ മമ്മാന്നും ചോദിച്ചിങ്ങനെ ചുറ്റിപ്പറ്റി ഇരിക്കുന്നുണ്ട് ഒരാൾ. പക്ഷെ ചോദ്യമുള്ളൂ, ആളങ്ങനെ കഴിക്കൊന്നുമില്ല. കഴിക്കുമായിരുന്നു, പക്ഷെ ഞാൻ കൊടുക്കില്ലായിരുന്നു. അധികം കൊടുക്കാതെ ഇഷ്ടമില്ലാതായതാണെന്ന് തോന്നുന്നു. പിന്നെ ചിലരൊക്കെ ഉണ്ട് മാഗി മക്കൾക്ക് തൊടിയിക്കാതെ സംഭവമായിട്ട് നടക്കുന്നവർ. പക്ഷെ എപ്പോഴെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കൂല കേട്ടോ. ഇങ്ങനത്തെ ഫുഡൊന്നും ഒരു സ്ഥിരാക്കാതിരുന്നാൽ മാത്രം മതി. Wow. അതും കഴിഞ്ഞ് നേരെ ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് പോയിട്ടോ. ഈ ഒരു വീട്ടിൻ്റെ ബസ്മതി റൈസ് ആയിട്ടോ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പോയപ്പോൾ ഏത് റൈസ് എടുക്കുന്നതെന്ന് വലിയ പരിചയം ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് എടുത്ത് വന്നതാണ്. പക്ഷെ വെച്ച് നോക്കിയപ്പോൾ സംഭവം അടിപൊളിയാണ്. ഈ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് നമ്മൾ ചോറും പരിപ്പ് കറിയും മത്തിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ ചിക്കനും ഫിഷും ഒക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കിട്ടുന്നതുകൊണ്ട് വലിയ സമാധാനം. അതിനെപ്പോലെ മടിയന്മാർക്ക് അതൊരു ആശ്വാസമാണല്ലോ. ഞാൻ ഇക്കനോട് ചോദിച്ചത്, അല്ല ഇക്ക അവിടെ കാക്ക ഉണ്ടാവില്ലേ നാട്ടിലത്തെ പോലെയെന്ന്. അപ്പം ഇക്ക പറഞ്ഞ് ഇവിടുത്തെ കാക്കതാ ഇതാണ്. ഓരോടക്ക് ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ വരും കേട്ടോ. കൂടുതൽ എനിക്ക് ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും തിന്നോണ്ടിരിക്കാനാണ് തോന്നൽ. അതിപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും തിന്നോണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമാണ്. ഇടയ്ക്ക് ഇങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിപ്സും മിച്ചറൊക്കെ ഇങ്ങനെ തിന്നോണ്ടിരിക്കും കേട്ടോ. വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ മുന്നേ ഞാനിട്ട ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയാണ് കോർണിഷ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടുന്ന് നമ്മുടെ വിൻഡോയുടെ ഉള്ളിൽ കൂടെ നോക്കിയാൽ നല്ലോണം കാണുവാൻ. എപ്പോഴെങ്കിലും സെല്ലൂന് എനിക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ വിൻഡോൻ്റെ അടുത്ത് വന്നിരിക്കും. വിൻഡോൻ്റെ ഗ്ലാസ് ഓപ്പൺ ചെയ്ത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആ നെറ്റിട്ട് അടിക്കും കേട്ടോ. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റാണ്. ആളെ മൈൻഡിങ് വെച്ചാനും ഞാൻ ഇവിടേക്കാണ് വരുന്നത്. ഇപ്പോൾ അതാ ഡിന്നർ ടൈമാണ് കേട്ടോ. സെല്ലുവിന് ഞാനൊരു 7:30 ആകുമ്പോഴേക്കും ഫുഡ് കൊടുക്കും. നാട്ടിൽ നിന്നുള്ള ഉച്ചവർക്ക് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഉറങ്ങട്ടോ രാത്രി. ഇന്ന് സെല്ലുവിൻ്റെ ഡിന്നർ എഗ്ഗ് മിക്സ് ആക്കിയിട്ടുള്ള ചോറും പിന്നെ ഉച്ചക്ക് ഉണ്ടാക്കിയ പരിപ്പ് കറിയാണ് കേട്ടോ. ചോറ് എന്ന് പറഞ്ഞത് കുറച്ച് കൊഞ്ചല് കൂടി പോയോ എന്നൊരു തോന്നൽ. ആരും ട്രോളണ്ട, അത് സംസാരിച്ചപ്പോൾ ആയി പോയതാണ് ഗൈസ്. എഗ്ഗ് കൂട്ടി കഴിക്കുന്നത് സെല്ലുക്ക് നല്ല ഇഷ്ടമാണ്. നാട്ടിൽ നിന്ന് ഞാനൊരു എഗ്ഗെങ്കിലും ദിവസവും ഉൾപ്പെടുത്തലുണ്ടായിരുന്നു കേട്ടോ ഭക്ഷണത്തിൽ. പക്ഷേ ഇവിടുത്തെ എഗ്ഗ് ഇപ്പോൾ കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലെങ്കിലും കൊടുക്കുന്നുണ്ട്. ആ വായിൽ വെച്ച നിപ്പിൾ നോക്കണ്ട കേട്ടോ. കുട്ടിക്ക് ഇപ്പോഴും നിപ്പിൾ വെച്ച് എടുക്കലാണോ എന്ന് പറയണ്ട, അതോടെ ബേബീൻ്റെ നിപ്പിളാണ്.
ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും പിന്നെ എടുക്കേണ്ടി വരില്ല, അതൊക്കെ ഒരു യുദ്ധമാണല്ലോ. പക്ഷെ നാട്ടിൽ നിന്ന് കഴിക്കുന്നതിൻ്റെ അത്ര യുദ്ധമൊന്നും ഉണ്ടാവില്ല. മുറ്റത്തുനിന്ന് ഓടി നടന്ന് ഞാനൊരു പാകമായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഞങ്ങൾ ഓടി നടക്കാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് ഓടുന്നില്ല. നാട്ടിൽ നിന്ന് മുറ്റത്ത് പോയി കഴിക്കുന്ന പോലെ ഇവിടുന്ന് ഞങ്ങൾ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് അവിടേക്ക് നോക്കി ഇങ്ങനെ സംസാരിച്ചിട്ടാണ് ഫുഡ് കഴിക്കൽ. ഡിന്നർ കഴിച്ച് കുറച്ച് കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കാൻ കൊണ്ടാവും. ഉറങ്ങാനൊന്നും യാതൊരു മൂഡുണ്ടാവില്ല, പക്ഷെ നല്ല ഉറക്കം ഉണ്ടാവും. കളിക്കാനുള്ള മൂഡ് മാത്രമേ ഉണ്ടാവും. എങ്ങനെ കൊണ്ടുപോയിട്ട് ഉറക്കും. പിന്നെ ഉറങ്ങി കഴിഞ്ഞാൽ എൻ്റെ പരിപാടി ഇതാണ്. ഇക്ക വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കുറേ ഇങ്ങനെ റീൽസ് കണ്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ നല്ല ഉറക്കമുണ്ടെങ്കിൽ കിടന്നുറങ്ങും. ഇക്ക വന്നപ്പോൾ ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഉണക്കൽമീൻ ഉണ്ടായിരുന്നു കേട്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതാ ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടോ. നമ്മളെ ഈ വീഡിയോൻ്റെ വ്യൂസ് എങ്ങനെയാണെന്നനുസരിച്ച് അതിനനുസരിച്ചുള്ളൂ ഞാൻ അടുത്ത വീഡിയോ ഇടാൻ എനിക്ക് മൂഡുണ്ടാവും. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് ഭയങ്കര ഒരു ബ്രേക്ക് വരുന്നതുകൊണ്ട് തീരെ വ്യൂസ് വരുന്നില്ല. അതുകൊണ്ട് തീരെ മൂഡില്ല ഇടാൻ വേണ്ടിയിട്ട്. ഇനി വ്യൂസ് ഒന്നും നോക്കാണ്ട് ഞാൻ വീഡിയോ ഇടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.